ഇപ്പോൾ ഈ സ്ക്രിപ്റ്റിൽ എനിക്ക് മേക്കിങ്ങിൽ അങ്ങനെ ഈ പറഞ്ഞ പോലെ ക്ലിഫ് ഹാങ്ങേഴ്സ് വേണം, ഞങ്ങൾ അതിനുവേണ്ടി ആലോചിച്ചൊക്കെ ചെയ്തു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗാനിക് ആയിട്ടുള്ള സംഭവം. ഞാൻ നോക്കുമ്പോൾ പോലീസ് പ്രൊസീജിയർ കറക്റ്റാണ്. ഓർഡറിൽ ഒരു 3 എപ്പിസോഡ് പോകുന്നു, അതിനുശേഷം വരുന്നു. അപ്പോൾ ഓൾറെഡി സ്ക്രിപ്റ്റിനകത്ത് അതുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പുതിയതായിട്ട് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ബാഹുലിൻ്റെ എഴുത്തിൽ അത് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ വായിക്കുമ്പോൾ എനിക്കും ഓർഗാനിക്കായിട്ട് ഈ പറഞ്ഞ ഈ സാധനം കൊണ്ടുവന്നത്. അപ്പോൾ നോക്കുമ്പം ഈ പറഞ്ഞ എല്ലാം ഉണ്ട്. നമ്മൾ ആ സ്ക്രിപ്റ്റ് അധികം സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ നിന്ന് പൊളിച്ചിട്ടേ ഇല്ല. അതെ, ഫസ്റ്റ് ഡ്രാഫ്റ്റ് അവൻ കൊണ്ടുവന്ന സാധനത്തിൽ നമ്മളിപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ അതിനകത്ത് ചിലതെല്ലാം സീക്വൻസ് നമ്മൾ മേക്കിങ്ങിന് വേണ്ടി ഷോർട്ട് ഡിവിഷൻസ് മാറ്റിയതല്ലാതെ വേറെ ഒന്നുമില്ല. കാരണം ഇതൊരു മൾട്ടിപ്പിൾ ലെയറിൽ പറയുന്ന സിനിമയാണ്. പല ഘട്ടങ്ങളിലും പല രീതിയിലും പറയുന്ന ഒരു കഥയാണ്. ഇത് ഒന്ന് പാളിപ്പോയാൽ, ഇത് എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയത് മൊത്തത്തിൽ പൊളിയും. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകം എന്തെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ ഈ നേരത്തെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ചെയ്തോന്ന്? നമ്മൾ ഈ പറഞ്ഞ പോലെ എനിക്ക് എവിടെ കൺഫ്യൂഷൻസ് വരുന്നോ അതിപ്പോൾ നമുക്കൊരു ടീം, എഡിറ്റർ, ക്യാമറമാൻ, എൻ്റെ ഡയറക്ഷൻ ടീം, ബാഹുൽ ഓൾറെഡി ക്യാമറമാനും കൂടെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു 3 മാസത്തെ ഒരു പ്രീ പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ ഫിലിമിലും അങ്ങനത്തെ ഒരു പ്രോസസ്സ് ഉണ്ട്. അത് ഭയങ്കര എൻജോയബിൾ സാധനം. നമ്മുടെ എല്ലാ ഡൗട്ട്സും നമ്മൾ ഓഡിയൻസിനെ പോലെ കണ്ട് ഇതെല്ലാം ചോദിച്ച് ഈ ക്ലാരിറ്റി ഉണ്ടോ ഇത് മനസ്സിലാക്കുക. എന്നാൽ സ്പൂൺ ഫീഡിങ് എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് പോകരുത്. അങ്ങനെ അതിൻ്റെ ഒരു മീറ്റർ. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്ത് നമ്മളിങ്ങനെ നോക്കിയിട്ടാണ് ചെയ്തത്.